അവിടെ ചെറിയൊരു കാര്യം പറയാനാ. നമ്മൾ ഫ്രണ്ട്സുകൾ കൂടുമ്പോൾ വലിയ വലിയ തമാശകൾ പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും പരിപാടിയിൽ വെച്ച് കാണുമ്പോൾ പറയും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത്യാവശ്യം ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സുകളായിക്കോട്ടെ, ഇതൊക്കെ ചെയ്യും. പക്ഷെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാണ്, എല്ലാ തമാശയും തമാശയല്ല. അതിൽ തന്നെ കുറച്ച് തമാശകൾ നമ്മൾ കരുതുന്നത് ഭയങ്കര മോശപ്പെട്ട തമാശകളാണ്. അതിൽപ്പെട്ട ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം. ഇതിൽ ഈ അടുത്ത് എനിക്ക് തോന്നിയൊരു സംഭവം കേട്ടോ. ഇപ്പം നമ്മൾ ഏതെങ്കിലും സുഹൃത്തിന്റെ കല്യാണം, ഒരു ഫ്രണ്ടിന്റെ കല്യാണം കഴിയുമ്പോൾ ചിലവരുണ്ട് തമാശക്ക് പറയും എന്ത്, അതായത് ചെക്കനും പെണ്ണിനും നോക്കിയിട്ട് അച്ഛനും മോളും മാതിരി ഉണ്ടല്ലോ, എന്നാ മോളും ഉപ്പിയുമാതിരി നിക്കണമാതിരി അങ്ങനത്തെ ഒരു സാധനം പറയും. ചെക്കന് ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കും, എടുക്കും. പക്ഷെ ഓനക്കത് നല്ല രീതിയിൽ ഫീൽ ആവും. അത് ഓനക്ക് മാത്രമല്ല, ആ പെണ്ണിനും അത് ഫീൽ ആവും. അത് ഭയങ്കര എന്താ പറയുക, മോശപ്പെട്ട ഒരു കോമഡിയാണ്. കോമഡി ഒന്നും അതിനെ പറയാൻ പറ്റൂല. അതായത് ഒരു കല്യാണം കഴിഞ്ഞ ഒരു ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു ദിവസത്തിൽ, ഒരു മൊമെന്റിൽ നിൽക്കുകയാണ്. ആ സമയത്ത് വന്നിട്ട് എന്താ പറയാ, അച്ഛനും മോളും ആയിരുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങളെ ഫ്രണ്ടായിരിക്കും, നിങ്ങളെ തമാശയിൽ പറഞ്ഞായിരിക്കും, വെറുതെ ഒന്ന് എന്തോ ഇതിൽ പറഞ്ഞായിരിക്കും. പക്ഷെ അത് ഓർക്ക് ചിലപ്പോൾ കൊള്ളൂടാ, അവരെ മനസ്സിൽ അത് ഉണ്ടാവും, അല്ലെങ്കിൽ ആ പെണ്ണിന്റെ മനസ്സിലുണ്ടാവും. നിങ്ങൾ ചെക്കന്റെ പെണ്ണ ചെക്കന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഇതൊക്കെ എന്തിനാ പറഞ്ഞത്, ചില തമാശകൾ ഭയങ്കര ഓവറാണ്, അത് ശ്രദ്ധിക്കുക. അതുപോലെ ഒന്നാണ് എന്ത്, നമ്മള് ബോയ്സ് ചിലപ്പോ 20, 21, 22, 25 ആ വയസ്സിന്റെ ഇടയിലൊക്കെ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകും, കഷണ്ടി മാതിരൊക്കെ ആകും. അപ്പോ ഇങ്ങനെ ആള് കൂടുമ്പോ അല്ല മോനെ, കൂട്ടത്തിലെ തന്ത വന്ന്, മുടിയില്ലാത്തവൻ വന്ന്, കഷണ്ടിക്കാരൻ വന്ന്, ഇവിടെ ഭയങ്കര ക്ഷീണം പരിപാടിയാണത്. കാരണം മുടി പോകുന്നത് എത്രത്തോളം സങ്കടം ഉണ്ടാക്കണമെന്ന് ഏതൊരു ബോയ്ക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അമ്മക്ക് കുറച്ചെങ്കിലും മുടി ഉണ്ട്, അതന്നെ നമ്മളിങ്ങനെയൊക്കെ ആക്കുമ്പോഴാ, ഒന്നോ രണ്ടോ മുടി കാണുമ്പോൾ അമ്മക്ക് തന്നെ ടെൻഷനാണ്. അപ്പൊ കുറച്ചും കൂടി മുടിയില്ലാത്തവർക്ക് ഓൾറെഡി ആ ടെൻഷൻ ഉണ്ടാവും. അതിന്റെ ഇടയിൽ ആൾക്കാരുടെ ഇടയിലൊക്കെ കയറിയിട്ട് ഇങ്ങനത്തെ വർത്തമാനം പറയുമ്പോൾ അവർക്ക് ഭയങ്കര ക്ഷീണമുണ്ടാത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ തമാശ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞു, ഇങ്ങനത്തെ സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഓര് ചിലപ്പോ ഒന്നും പറയൂല, ഈയല്ല പറഞ്ഞത്, എന്റെ ചങ്കല്ല പറഞ്ഞത് വിചാരിക്കും. പക്ഷേ അത് നമ്മളെ മര്യാദയാണ് അങ്ങനത്തെ സാധനങ്ങൾ പറയാതിരിക്കുക എന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്, ഒരു ഫീൽ ചെയ്തതാണ്. അപ്പോ ഇങ്ങനെ ആർക്കും ഉണ്ടാവാതെക്കട്ടെ, ഞാൻ ആരും അങ്ങനെ പറയാതെക്കട്ടെ. ഓക്കെ, എല്ലാവരും അതാ സ്പിരിറ്റിൽ എടുക്കണമെന്നില്ല.